അങ്ങനെ സച്ചായ താജിറുകളിൽ കാച്ചൊടം അടിമിക മെച്ചായ ലാഭമുളവായി തുറമക്കതിക്കില്ലാതി പ്രിയ ചരക്കുകളും അറിവുറ്റെടുത്ത് ഹൊഷിയായി സ്വർണം മുൻകിട്ടിയതിൽ ഉരയുന്നു മട്ടതത് പിരിപ്പൊന്ന് കിട്ടിരിബാൽ. അങ്ങനെ മക്കയിൽ നിന്നും ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാൻ, തന്ത്രശാലിയായ അബൂ സുഫിയാനും കച്ചവട സംഘവും മറ്റൊരു വഴിയായ കടൽക്കരയിലൂടെ ഷാമിലെത്തിച്ചേരുകയാണ്. മാത്രമല്ല മക്കയിൽ നിന്നും അവർ കൊണ്ടുപോയ ഒരുപാട് കച്ചവട ചരക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഷാമിൻ്റെ ചന്തയിൽ ചെന്ന് വിറ്റഴിക്കുന്നു എന്ന് മാത്രമല്ല, ഷാമിൽ ലഭിക്കാത്ത കിട്ടാത്ത പല വസ്തുക്കളും അവരുടെ കൈവശമുള്ളത് കൊണ്ട് തന്നെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഏതായാലും കച്ചവട ചരക്കുകളെല്ലാം അതിവേഗത്തിൽ വിറ്റഴിച്ചുകൊണ്ട് കച്ചവടത്തിൽ 50,000-ഓളം പൊന്ന് ലാഭമായി ലഭിച്ചു എന്നാണ് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ ഇവിടെ പറയുന്നത്. പിരിപ്പൊന്ന് കിട്ടിരിബാൽ. ഏതായാലും വമ്പിച്ച ലാഭവുമായി അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് സ്വന്തം നാടായ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. ഉരയും അബൂ സുഫിയാനും തൻ മറുവാർനെടിലുമായി ഉളരിശമും വിടലൈ നട വഴിയെ ഭയങ്കരമായി വരും പാതയിൽ അങ്ങനെ അബൂ സുഫിയാൻ ഓരോ ചവിട്ടടികളും മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ വെക്കുന്നത് മുഹമ്മദും അനുയായികളും പാർട്ടികളും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി തന്നെയാണ് വരുന്നത്. പക്ഷേ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ടേ? അണവാക്കിറൂഹുല്ലമ്മി തന്മോളിയ അമ്പൻ പുകൾ ദയാ ഖൈറുൽ ബറായ തുണയാറബൂ സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരുന്നു സൈറ തണിയോന്നരുള്ളുങ്കൾ താമും സാബർ തരത്താലിലേഹിം സൊറത്തിൽ പോവാൻ തണി ചെയ്യും താവില്ലേകലും കൂറി ഏറിയ പോദാസ്ഹാബോരിൽ വൂത്തെ താവുസുല്ലംല കുശർ ദണ്ഡമേറി ഏകനമർ കേട്ടടവെ മുതിർത്ത് അറൈ തണ്ണിക്കും നബിയും ഒരുങ്ങി ഹഷി തെളിന്താരി കോരും ഒരുങ്ങി. കച്ചവടം കഴിഞ്ഞ് വമ്പിച്ച ലാഭവുമായി അബൂ സുഫിയാനും കച്ചവട സംഘവും ഷാമിൽ നിന്നും മക്കയിലേക്ക് തിരിച്ച വിവരം മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളെ അറിയിക്കുകയാണ്. ഉടനെ തന്നെ സഹാബത്തിനെ വിളിച്ച് അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ, അബൂ സുഫിയാനും കച്ചവട സംഘത്തിനെയും പിടികൂടാൻ ഒരു ചാൻസ് കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അവസരം മുതലെടുക്കാൻ നാം തയ്യാറാവുക. ഈ സമയം മുഹാജിറുകളായ 70ഓളം വരുന്ന സഹാബികളും അതുപോലെ തന്നെ അൻസാരിക്കാരായ 230ഓളം വരുന്ന 36ഓളം വരുന്ന സഹാബത്തും മൊത്തം 313 സഹാബത്ത് തയ്യാറെടുപ്പ് നടത്തുകയാണ്. ചില സഹാബത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ ചില കാരണങ്ങളാൽ മാറ്റി നിർത്തുകയാണ്. ആരൊക്കെയാണ് അള്ളാഹിൻ്റെ റസൂൽ മാറ്റി നിർത്തിയ സഹാബത്ത് എന്നറിയണ്ടേ? അത് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ ഇങ്ങനെ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. ബിനിദർ ത്വാഹകൾ റോക്കിയത്തെ ബീവിക്ക നാൾ ദിനം ആമേ മികത്തെ പാരിത്തെ മൂലം ദിന്നുറൈനിയോര പാർപ്പിത്ത് മിന്നമാനെ തന്നിൽ ചേര പേരുറ്റ സഴതോരും തൽഹത്തും രണ്ടേ പേർഷാമ് കൊള്ളെ പോയി മുമ്പരുൾ കൊണ്ടേ
വരുന്നേ താജിറുകൾ ചെതിയറിന്തേ ബന്ദ് ബദർ ചേരും മുമ്പൊറുകാശിന്തേ. ബാക്കി വിവരിക്കാൻ നെറ്റ് കഴിയാൻ പോകുകയാണ്. വലൈക്കും സലാം. അടുത്ത എപ്പിസോഡിൽ